നമസ്കാരം. മലയാള സിനിമയിൽ എക്കാലത്തും അമ്മവേഷങ്ങളിലൂടെ ശ്രദ്ധേയമായ ഒരു നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഓരോ മാധ്യമങ്ങളും അവരുടെ ഓർമ്മകൾ കവർ ചെയ്യുന്ന രീതിയിൽ ലേഖനങ്ങൾ പുറത്തുവിട്ടിരുന്നു. അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേന ദേശാഭിമാനിയിൽ വന്ന കുറിപ്പിനെതിരെ ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് വ്യാജമാണെന്നും ലാലേട്ടൻ എഴുതിയതല്ലെന്നും ആർക്കും മനസ്സിലാവുന്നതാണ്. ഉളുപ്പുണ്ടോ സഖാവെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചിരിക്കുന്നത്. വരിക്കാരെ വീണ്ടും വീണ്ടും മണ്ടന്മാരാക്കുകയാണോ ദേശാഭിമാനിയുടെ ഉദ്ദേശമെന്നാണ് ചോദിക്കുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത്. ശ്രീജിത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് പേജ്, അതായത് ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യാന്തരത്തെ തുറന്നു കാട്ടുന്ന ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സുരാജ് സഖാവിനോടാണ് ഒരു ചോദ്യം. നമുക്കേവർക്കും പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേന എന്തിനാണ് ഇന്നൊരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്? ഇത് വ്യാജമാണെന്നും ലാലേട്ടൻ എഴുതിയതല്ലെന്നും ആർക്കും മനസ്സിലാകാവുന്നതാണ്. ലാലേട്ടൻ എഴുതിയതെന്ന് പറയപ്പെടുന്ന ഈ വരികൾ നോക്കൂ. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു. ലാലേട്ടന്റെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജെ നിങ്ങൾ പറയുന്നത്? ലാലേട്ടന്റെ അമ്മ കൊച്ചിയിൽ തന്നെയുണ്ട്. അസുഖബാധിതയായിട്ടാണെങ്കിലും കൊച്ചിയിൽ തന്നെയുണ്ട്. കുറച്ച് ദിവസത്തിന് മുമ്പായിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷമൊക്കെ. ഈ അടുത്തിടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. സ്നേഹനിധിയായ ഒരു മകൻ തന്നോടൊപ്പമുള്ള തന്റെ യാത്ര അമ്മ യാത്ര പറഞ്ഞു പോയെന്നും ഒരിക്കലും എഴുതില്ല. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോടും ലാലേട്ടന്റെ പേരിൽ പടച്ചുവിട്ട ഉടായിപ്പ് ലേഖനമാണ്. ഉടുപ്പുണ്ടോ സഖാവെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ? വരിക്കാരെ വീണ്ടും വീണ്ടും മണ്ടന്മാരാക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നാണോ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. മരേക്കുട്ടി ചേട്ടത്തിയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാജവാർത്ത ചമച്ചതും മാപ്പ് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അല്പമെങ്കിലും ഉളുപ്പ് ചളുപ്പ് വികാരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ 2 ക്ഷമാപനം നടത്തുക. ഒന്ന് ലാലേട്ടനോടും മറ്റൊന്ന് നിങ്ങളുടെ വായനക്കാരോടും. സത്യാന്തരത്തെ തുറന്നു കാട്ടിയാൽ പോരെ, തുറന്നു കാട്ടണോ എന്നാണ് പണിക്കർ ചോദിക്കുന്നത്. അവസാനം സ്വരാജ് ഒരു മാപ്പപേക്ഷയുമായി വന്നു. അതിങ്ങനെയാണ്: കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പത്രാധിപൻ എഴുതുന്നത്. അതിൽ എന്താണ് ഗുരുതരമായ പിശകെന്ന് അതിൽ അവർക്ക് എഴുതാനുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പിന്നെ വായനക്കാരോട് മാത്രമേ അവർ ഒരു മാപ്പ് അപേക്ഷിച്ചിട്ടുള്ളൂ. മോഹൻലാലിനോട് മാപ്പ് അപേക്ഷിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മാപ്പ് പറയേണ്ടത്, അല്ലെങ്കിൽ മാപ്പ് എന്ന് അപേക്ഷിക്കേണ്ടത് മോഹൻലാലിനോടായിരുന്നു. ഒറ്റ കാര്യം ഉറപ്പാണ്: ദേശാഭിമാനി പത്രം കൈകൊണ്ട് തൊടുന്നത് വെറും CPM-ന്റെ പാർട്ടിക്കാർ മാത്രമാണ്. ബാക്കി കടകളിൽ വടകൾ പൊതിയാനും പിന്നെ മീന് പൊതിയാനും മാത്രം എടുക്കുന്ന ഒരു പത്രമായി, ആർക്കും ഉപയോഗമില്ലാത്ത ഒരു പത്രമായി മാറുന്നു. അതാണ് ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ നില.